പഴനി എന്നറിയപ്പെടുന്ന ഗൗരീശ്വര ക്ഷേത്രത്തിൻ്റെ സാംസ്കാരിക സമ്മേളനം മലയാള സിനിമാ ഗാനശാഖയുടെ തലതൊട്ടപ്പനായിരുന്ന വയലാർ രാമവർമ്മയുടെ മകൻ വയലാർ ശരത്ചന്ദ്രവർമ്മ നിർവഹിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് കെ പി നിതിൻ കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായിപ്ര രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. വി സഭാ സെക്രട്ടറി ഷെല്ലി സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, KR സുഭാഷ്, YPN-SNDP യൂണിയൻ പ്രസിഡന്റ് TG വിജയൻ, KP ഗോപാലകൃഷ്ണൻ, ആരോ മുലുണ്ണി, വി സഭാ ട്രഷറർ OR രജി എന്നിവർ പ്രസംഗിച്ചു. ശക്തി സ്വരൂപിണി ഭദ്രകാളി ദേവി ആൽത്തറയിൽ കുടികൊണ്ടിരിക്കുന്നു. ആത്മപ്രഭാമയി പ്രതികാര ദുർഗയായി ഗുരുദേവ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഗുരുമന്ദിരത്തിനകത്ത സഭാ മെമ്പർമാരെ, ഭക്തരെ, വിജ്ഞാനവർദ്ധന സഭയുടെ പരിചരണത്തിലുള്ള ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ നമ്മുടെ ഈ യോഗീശ്വര ക്ഷേത്രത്തിൻ്റെ മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളന പരിപാടിയിലാണ് നമ്മളിപ്പോൾ നിലകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക സംഗീത വേദികളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഈ വേദിയെ ധന്യമാക്കി. ചെറായിക്ക് ഒരു തനതായ സാംസ്കാരിക പരിചരണം തന്നെയുണ്ട്. മഹാകവി കുമാരനാശാന്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും പ്രവർത്തന കേന്ദ്രം കൂടിയായിരുന്നു നമ്മുടെ ഈ ചെറായി. കലകളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലെല്ലാം ഉജ്ജ്വലമായ ഒത്തിരി വ്യക്തിത്വങ്ങളെ വാർത്തെടുത്തിട്ടുള്ള നമ്മുടെ ഈ പ്രദേശം ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ എല്ലാ രീതിയിലുള്ള മാറ്റുകൂട്ടുന്നതിന് മുതലായിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നില്ല. എൻ്റെ കടമ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കേണ്ടത് സഭാ പ്രസിഡന്റ് ശ്രീ KK പരമേശ്വരനാണ്. അദ്ദേഹം ഇന്ന് ശരീരത്തിന് ഒത്തിരി അസ്വസ്ഥതകളുണ്ട്, വരിക എന്ന് പറഞ്ഞു. പകരമായി സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് നിതിൻ അവരുടെയാണ് നമ്മുടെ ഈ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുദേവനാൽ പവിത്രമായ ഈ മണ്ണിൽ തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് ഗുരുദേവന്റെ ആശയങ്ങളും ആദർശങ്ങളും ഒട്ടും കുറവ് വരുത്താതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാള വർഷം 1087 മകരം 9-ാം തീയതിയാണ് യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവനാൽ മലയാള പഴനി എന്നുകാരോട് ചെയ്ത നമ്മുടെ ശ്രീ ഗൗരീശ്വര ക്ഷേത്രം സ്ഥാപിതമായത്. നമുക്കറിയാം, ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്തിയ സന്യാസിവരനും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം കൂടിയായ ശ്രീനാരായണ ഗുരുദേവൻ ഈ ക്ഷേത്രം സ്ഥാപിക്കുമ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ വ്യവസായങ്ങൾക്കും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ ജനസമൂഹങ്ങളെയും ഉയർച്ചയിലേക്ക് കൈപിടിച്ചുയർത്താൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആശയങ്ങളും നമ്മൾ ഇതുവരെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ജാതിഭേദമന്യേ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയുന്ന ക്ഷേത്രം എന്ന സങ്കല്പവും വിദ്യാഭ്യാസം കൊണ്ടല്ലാതെ സാമൂഹ്യ പരിഷ്കരണം സാധ്യമല്ലെന്ന ഗുരുദേവ ദർശനവും സഭ പരിപാലിച്ചു വരുന്നു. ശ്രീനാരായണ ഗുരുദേവനോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനുമായ സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പനും നമ്മുടെ സഭാംഗം ആയിരുന്നു എന്നത്
നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. സമൂഹത്തെ കാർന്നേലുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങളും നിർത്തലാക്കുകയും ക്ഷേത്രം എന്ന സങ്കല്പത്തിന് പുതിയ ഒരു മാനം നൽകുകയും ചെയ്ത മഹത് വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. കാലാനുസൃതമായ മാറ്റങ്ങൾ ആചാരങ്ങളിൽ വരുത്തേണ്ടതും അത്യാവശ്യമാണ്. 2025 ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഈ സാംസ്കാരിക സമ്മേളനം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ രമേശൻ നായർ അദ്ദേഹം എഴുതിയ ഒരു പാട്ടിൻ്റെ വരിയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കാരണം ഈ വേദിയിലിരിക്കുന്ന പലരും, എനിക്കൊന്ന് എല്ലാവരും തന്നെ ഗുരുദേവനെക്കുറിച്ചും ഈ ഭൂമിയെക്കുറിച്ചും ഒക്കെ എന്നെക്കാൾ ഏറെ അറിവുള്ളവരാണ്. അവരിൽ നിന്ന് എന്തെങ്കിലും വിജ്ഞാനം എനിക്ക് വർദ്ധിപ്പിക്കുകയുണ്ടെങ്കിൽ മാത്രമേ ഈ യോഗം കൊണ്ട് എനിക്ക് ഗുണമുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളാണ്. അല്ലാണ്ട് അവർക്കുള്ള അറിവിനോട് അവരോട് മല്ലടിക്കാൻ ഞാൻ തയ്യാറില്ല. അതിന് പ്രായമായിട്ടില്ല, പക്വതയില്ല. അതുകൊണ്ട് എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞാൽ ആദ്യമേ തന്നെ എല്ലാവരും ക്ഷമിക്കണം എന്ന് പറയട്ടെ. രമേശ് ചേട്ടൻ്റെ വരികൾ വേദിയിലുള്ള എല്ലാത്തിനെയും വളരെ വിനയത്തോടെയും സദസ്സിലുള്ളവരെയും വന്ദിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രസംഗം ആരംഭിക്കും. രമേശ് ചേട്ടൻ്റെ വരികൾ: പമ്പയിൽ മുങ്ങി നിവർന്നപ്പോൾ മുമ്പിലുണ്ടവിടുന്നു നിൽക്കുന്നു, സുഖമായോ യാത്ര സുഖമായോ എന്ന് പലവരും ചോദിച്ചു പുൽകുന്നു, ഞാൻ പറയാനുള്ളതും മറക്കുന്നു. സത്യത്തിൽ അത് തന്നെ അവസ്ഥ. കാര്യം ഗുരുദേവനെ കുറിച്ച് ജീവിതയാത്രയിൽ വയലാർ പഠിപ്പിച്ച് കവിതകളിലൂടെയാണ് ഞാൻ ഗുരുദേവനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കവിത അദ്വൈതത്തിനെ പൂണൂലണിയിച്ച ആര്യ മതങ്ങൾക്കെതിരെ, അവരുടെ 1000 ദൈവങ്ങൾക്കെതിരെ മതമേതായാലും മനുഷ്യനൊന്നാണെന്ന തിരുക്കുറൽ പാടിയ ഗുരുദേവ. അങ്ങനെ അതുവരെ എനിക്കൊന്നും അങ്ങനെയൊരു അവസ്ഥയില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണം മനസ്സിൽ വരുമ്പോൾ, അദ്ദേഹം മുമ്പിൽ നിൽക്കുമ്പോൾ, മനസ്സിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന പോലെ ചിലതെല്ലാം മറന്നുപോകും. കാര്യം എന്തിനു വേണ്ടി സാഹോദര്യം വേണം ആഗ്രഹിക്കുന്നു, അതിനോടൊക്കെ വളരെയധികം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എന്നെ അങ്ങനെ പഠിപ്പിച്ചതൊക്കെ. കാര്യം ബുദ്ധൻ്റെ കാലത്ത് ഹിംസ കൂടുതലുണ്ടായിരുന്നുകൊണ്ട് അഹിംസയെ അദ്ദേഹം തിരഞ്ഞെടുത്തു. ക്രിസ്തുദേവൻ്റെ കാലത്ത് സ്നേഹമില്ലായ്മ സ്നേഹരാഹിത്യമായിരുന്നുകൊണ്ട് അദ്ദേഹം സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തു. ഗുരുദേവൻ്റെ കാലത്ത് സാഹോദര്യം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. എല്ലാം ഈ പറഞ്ഞ അവർണ സവർണ പ്രശ്നങ്ങളിലൂടെ എല്ലാ മനുഷ്യനും സഹോദരനല്ലാതൊരു തോന്നലുണ്ടാകുമ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിന് മറ്റത് എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, അഹിംസയും സ്നേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സാഹോദര്യത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ വളരെ കൂടുതൽ ആവശ്യമാണ് എന്ന് തോന്നുന്ന ലോകത്തിലേക്കാണ് നമ്മൾ വരുന്നത്. കാര്യം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു തുരുത്തിലേക്കാണ് ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ടുകാലത്തൊക്കെ ഗ്രാമീണ അന്തരീക്ഷമൊക്കെ ഉണ്ടായിരുന്ന എൻ്റെയൊക്കെ നാട്ടിൽ ഒന്ന് കരഞ്ഞാൽ പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും ഒരു 10 പേരെങ്കിലും 5 മിനിറ്റ് ഓടി വെക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഒന്ന് കരഞ്ഞാൽ കരയാൻ പോലും മടിയാണ്. എനിക്കൊരു വേദനയുണ്ട്, എനിക്കൊരു കുറവുണ്ടെന്നത് അടുത്തുള്ളവൻ പോലും അറിയരുത്. അങ്ങനെ എല്ലാം ഒതുക്കി പരസ്പരം പങ്കുവയ്ക്കാൻ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ മനുഷ്യർ തമ്മിൽ ഒന്നിച്ചു ചേരാനുള്ള ഏറ്റവും വലിയൊരു ഇടമാണ് ദേവാലയങ്ങൾ. പരസ്പരം കാണാത്തവർ തമ്മിൽ കാണുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷവും സങ്കടവും പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അടുപ്പം, അത് വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് ശരിക്കും ഇങ്ങനെയുള്ള ഉത്സവ കൂടിച്ചേരലുകൾ. പിന്നെ അത് ആർഭാടമായ ആഘോഷമായ മറ്റൊരു തലത്തിലേക്ക് പോയി. ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും അവനവനിലേക്ക് ഒതുങ്ങി ജീവിക്കുമ്പോൾ സാഹോദര്യത്തിൻ്റെ പ്രസക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഇപ്പം ഗുരുദേവൻ പ്രതിഷ്ഠിച്ച അദ്ദേഹത്തിന് ഒരു ശിവപ്രതിഷ്ഠ നടത്തുന്ന അരുവിപ്പുറത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം തെറ്റായിട്ട് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്നുള്ള സംസാരം വെറുതെ. നമ്മുടെ ശിവൻ നിങ്ങളുടെ ശിവനല്ല, ഞങ്ങളുടെ ശിവനല്ല, നമ്മളുടെ ശിവൻ. അതിനകത്തുണ്ട് സാഹോദര്യം. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്ന് പറഞ്ഞ കൽവചനം പോലെ നമ്മളുടെ
നിങ്ങളുടെയും ഞങ്ങളുടെയും അല്ല. അങ്ങനെയാണ് അദ്ദേഹം തുടങ്ങിയത് തന്നെ. അപ്പോൾ ആ ശിവപ്രതിഷ്ഠയിൽ തന്നെ തുടങ്ങുമ്പോൾ തന്നെ കൈലാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയണം. നമ്മളെല്ലാവരും ഇതെല്ലാം വെച്ച് വിളക്കുകയാണ്. ഇന്ന് വരെ എൻ്റെ അറിവ് ഞാൻ കണ്ടിട്ടില്ല. ബ്രഹ്മാവിൻ്റെ ഒരു കുടുംബ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ത്രിമൂർത്തിയിൽ ഭാര്യയും മക്കളുമായിട്ടുള്ള ഒരു പടം കണ്ടിട്ടില്ല. വിഷ്ണുവിൻ്റെ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ശിവന് മാത്രം കൈലാസത്തിൻ്റെ ഒരു കുടുംബ ഫോട്ടോ? ശിവൻ, പാർവതി, 2 മക്കൾ. അവിടെ തുടങ്ങില്ലേ സാഹോദര്യം, ഒരു കുടുംബ സാഹോദര്യം തുടങ്ങുകയാണ്. പക്ഷേ അത് മറ്റൊരു കാര്യം, നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും വിപരീതമായ സാഹചര്യങ്ങളിലും സ്നേഹം എങ്ങനെ കൊണ്ടുപോകണം എന്ന് പഠിപ്പിക്കുന്ന ചിത്രമാണ്. കാരണം ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പ് മകനായ ഗണപതിയുടെ വാഹനമായ എലിയുടെ ശത്രുവാണ്. അതേപോലെ തന്നെ സുബ്രഹ്മണ്യൻ്റെ മയില് ഗണപതിയുടെ വാഹനമായ എലിക്കും ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന ആഭരണമായ നാഗത്തിനും ശത്രുവാണ്. അപ്പം ഈ ശത്രുക്കൾ 3 പേരും അവരുടെ രുചി ഇഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിൽ ആ ശത്രുതയ്ക്കും അല്ലെങ്കിൽ ആ പരസ്പരം യോജിപ്പില്ലായ്മയ്ക്കും അതീതമായിട്ട് എല്ലാ പേരും ഒരുമിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷം, ഒരു കുടുംബാന്തരീക്ഷം, അതിൻ്റെ ഒരു പ്രകടനമായി നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു തെളിവാണ് കൈലാസം. മറ്റ് 2 സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഈ ഒരു ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. വീട്ടിൽ തുടങ്ങണം സാഹോദര്യം. ഇന്നതില്ലല്ലോ. പണ്ടുകാലത്തൊക്കെ കുട്ടിക്കാലത്ത് അമ്മയ്ക്ക് വേണ്ടി നമ്മൾ വഴക്കുണ്ടാക്കും. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അമ്മയെ കയറി പിടിച്ചാൽ ഉടനെ അടുത്ത വിളി എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് വഴക്കുണ്ടാകും. വളർന്നു കഴിയുമ്പോൾ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന പ്രത്യേകിച്ച് വൈശ്യന്മാർ കച്ചവടക്കാരുടെ കാലഘട്ടം കേട്ടോ, അല്ലാണ്ട് മറ്റൊന്നുമല്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയാൻ ചിലപ്പോൾ ആരും ബ്രാഹ്മണനാണ്. അനിയൻ്റെ കുടുംബത്തിൽ ജനിക്കണമെന്നില്ല. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയെ സംരക്ഷിക്കാൻ ചങ്കുറപ്പും ആരോഗ്യമുള്ളവൻ, അവനാണ് ക്ഷത്രിയൻ. ഞാനൊന്ന് ക്ഷത്രിയ കുലത്തിൽ പറയുമ്പോൾ ക്ഷത്രിയനാണ് അമ്മയെന്ന് പറയും. പക്ഷേ എനിക്കുള്ള ആരോഗ്യമൊന്നുമില്ല. വൈശ്യൻ കച്ചവടക്കാരനാണ്, കച്ചവടത്തിൽ മിടുക്കുന്ന വൈശ്യ കാലഘട്ടമാണ്. ഇനി വരുന്ന കാലമാണ് ശുദ്രൻ. ശുദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മയാചകരൊന്നും കേട്ടോ, നിസ്സാര കാര്യത്തിന് ദുഃഖിക്കുന്നവനാണ് ശുദ്രൻ. ഇപ്പം നമ്മൾ പ്രണവത്തിൻ്റെ അക്ഷരം പറഞ്ഞു കൊടുത്ത സ്വാമിയാണ്, സ്വാമി മലയിലിരിക്കുന്ന മുരുകൻ. അത് വളരെ സത്യം. അങ്ങനെയുണ്ട്. അറിവ് എന്ന് പറഞ്ഞാൽ പല മേഖലയിലാണ്. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഈ മൊബൈലിനെ കുറിച്ച് ചോദിക്കുന്നത്. എനിക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും തെറ്റുപറ്റിയാൽ, കാരണം നമ്മുടെ കുഞ്ഞു വരെ നമുക്ക് ഗുരുവാകുന്നൊരു കാലമുണ്ട്. അപ്പോൾ അവിടെ ഒരു ബുദ്ധിദേവനെ ബുദ്ധി കൊണ്ട് തോൽപ്പിച്ചു മുരുകൻ. ഇവർ തമ്മിൽ ഒരിക്കലും പല കഥകളുണ്ട്. അതിലൊരു കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവർ തമ്മിൽ മിക്കവാറും വീട്ടിൽ ശണ്ട ഉണ്ടാകുമല്ലോ, ആംഗലേയും മക്കളെയും അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിൽ. അങ്ങനെ തമ്മിൽ വഴക്കുണ്ടാകുകയും മുരുകൻ്റെ കയ്യിൽ അടി പേടിച്ച് ഗണപതിയെ കൊമ്പൊടിഞ്ഞു എന്ന് പറയുന്നത്. പരശുരാമൻ്റെ കഥ വേറെയുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു കുടുംബ സന്ദർഭത്തിൽ പറ്റിയ സംഭവം ഇതാണ്. അങ്ങനെ ഇത് താഴെ വീണപ്പം മുരുകന് സങ്കടമായി. പതുക്കെ വേദനയോടെ ആ കൊമ്പിങ്ങെടുത്തു, മുറിഞ്ഞ കൊമ്പ് നൽകി. ഗണപതി അപ്പ ശപിച്ചു, നീ ഈ കൊമ്പ് എപ്പോൾ താഴെ വയ്ക്കുന്നോ അന്ന് നിന്റെ തല പൊട്ടിത്തെറിക്കും. എന്തു ചെയ്യും? ബുദ്ധി വിജ്ഞാനം വർദ്ധിച്ചേ മതിയാവുള്ളൂ. സാഹസികതയ്ക്ക് ഇറങ്ങിപ്പോകുന്ന മുരുകൻ അവിടെ വെച്ച് വിജ്ഞാനം വർദ്ധിപ്പിച്ചേ മതിയാവുള്ളൂ. കൈ താഴെ വയ്ക്കാൻ പറ്റില്ല. ഇത് പിടിച്ച് ഇങ്ങനെ നടക്കുക. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് പഴം കണ്ടു. ഈ പഴം എടുത്തിട്ട് പഴത്തിനകത്തേക്ക് ഈ കൊമ്പ് തിരികെ കയറ്റും. കാണാത്ത രീതിയിൽ അകത്താക്കിയിട്ട് ആ പഴവും കൊണ്ട് ഗണപതിയുടെ മുമ്പേ നടക്കും. ഗണപതി പഴക്കൊതിയാണ്, ആഹാരപ്രിയനാണ്. ഇത് കണ്ടവണ്ണം ഇപ്പോൾ എനിക്കിതാ തരില്ല, താടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തപ്പി അവസാനം മനസ്സില്ല മനസ്സോടെ എന്ന മട്ടിൽ ഈ പഴ കൊണ്ട് കയ്യിലേക്ക് കൊടുക്കും. ആർത്തിയോടെ പിടിച്ച് ആ തൊലി ഉതിർത്ത് നോക്കിയപ്പം കൊമ്പ്, തൻ്റെ ഒടിഞ്ഞ കൊമ്പ് താഴെ വയ്ക്കാൻ പറ്റുമോ? ശപിച്ചു പോയി. താഴെ വച്ചാൽ, കയ്യിലിരിക്കുന്നവൻ താഴെ വച്ചാൽ ആ കൊമ്പ് ആരുടെ കയ്യിലിരിക്കുന്നു അവൻ്റെ തല പൊട്ടിത്തെറിയും. അന്നേരം ശാപം കൊടുത്തത് തിരിച്ചു വന്നു. ബുദ്ധിദേവനെ വരെ ജീവിത സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്നെക്കാൾ ബുദ്ധിയുള്ളവരാണ് എന്നുള്ള മാറിയിരിക്കരുത്. അവൻ്റെ മുകളിൽ നമുക്ക് ജീവിക്കാൻ ഒരു ആവശ്യമാണ് ബുദ്ധിയെങ്കിൽ അത് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം, സജ്ജരാവണം. ശിരസിൽ അണിയിക്കൂ. അതൊരു വലിയ കാര്യമാണ്. അവനവന് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് തലയെടുപ്പോടെ നിൽക്കാൻ കഴിയട്ടെ. ചുറ്റും കൂടെ ആൾക്കാരുണ്ടെന്നുള്ളൊരു ബോധം കൂടെ ഉണ്ടായാൽ മതിയാൽ. അതുകൊണ്ടാണ് എനിക്ക് 1ാം സ്ഥാനം കിട്ടിയത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സിംഹങ്ങളെ കാണിച്ചു തന്ന സാക്ഷാൽ വയലാറിൻ്റെ വയലാർ എന്ന് പറയുന്ന മഹാശൃംഗത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ മറ്റൊരു കാവ്യധാര
വയലാറിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്, വയലാർ കവിത വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്കിപ്പോൾ പറയാനുള്ളത്, വയലാറിന് ഇത്രയും മധുരമായി ആലപിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ കവിത പോലും ഗാനം പോലും എന്നെ പോലെ ഇങ്ങനെ പറയാനേ കഴിയുമായിരുന്നു. പക്ഷെ വളരെ മധുരമായി അദ്ദേഹം ആലപിച്ചു. വളരെ പ്രസക്തമായ മേഖലകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ നിങ്ങളോടൊപ്പം കുറച്ച് സമയം യാത്ര ചെയ്തതിൽ എനിക്കും സന്തോഷം. ഈ ശരത്ചന്ദ്ര വർമ്മ എന്ന് കേൾക്കുമ്പോൾ, ഈ ശരത്ചന്ദ്രൻ എന്ന പേര് വളരെ മുമ്പ് കേരളത്തിലില്ല, മലയാളികൾക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പഴയ പേരുകൾ പരിശോധിച്ചാൽ കാണാം. ഈ പേര് വന്നത് ബംഗാളിൽ നിന്നാണ്. ഇപ്പോഴത്തെ പരിഭ്രമം വിചാരിക്കേണ്ട, എനിക്ക് ശബ്ദം കൂടുതലുള്ള ആളാണ്. അപ്പം നിങ്ങളെ വല്ലാതെ ക്ലേശിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പുറകോട്ട് മാറുന്നത്. ഈ ശരത്ചന്ദ്രനും സുരേന്ദ്രനും ശ്യാമളേന്ദും ഒക്കെ വന്നത് ബംഗാളിൽ നിന്നാണ്, ബംഗാളി സാഹിത്യത്തിൽ. ഞാനിവിടെ കൽക്കട്ടയിൽ പോയിരുന്നു. അപ്പം ഏറ്റവും വലിയ കൗതുകം, ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് മലയാളികളുള്ള നഗരമാണ് ഇന്ന് കൽക്കട്ട. ഒരു കാലത്ത് മലയാളികൾ ശരണം വിളിച്ച് മലയാളികളുടെ ഗൾഫായിരുന്നു കൽക്കട്ട. ഇന്നിപ്പോൾ ബംഗാളികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. മലയാളികളുടെ തിരസ്കൃത നഗരമാണ്. ഞാൻ ഈ ശരത്ചന്ദ്രൻ്റെ പേര് ബംഗാളിൽ നിന്ന് വന്നതാണ് എന്ന് ഓർക്കുകയാണ്. വയലാറിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഞാൻ ഈ പുണ്യഭൂമിയിലേക്ക് വരാം എന്നാണ് വിചാരിക്കുന്നത്. വയലാറിനെ ഞാൻ പ്രസംഗം കേൾക്കുന്നത് സാഹിത്യ പരിഷത്തിൻ്റെ 74 മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ ഒന്ന് സന്തോഷിച്ചോട്ടെ എന്നിട്ട് പറയുകയാണ്. അന്ന് എൻ്റെ സഹപാഠിയുടെ 1-2 പേരുടെ പേര് ഞാൻ പറയാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ സന്തോഷം ഉണ്ടാവും. മമ്മൂട്ടി അന്ന് ഫുഡ് കമ്മിറ്റിയിലായിരുന്നു. മമ്മൂട്ടിയൊക്കെ ഞങ്ങൾ ഒരേ ബാച്ച്മേറ്റ്സ് ആണ് മഹാരാജാസിൽ. പിന്നെ മമ്മൂട്ടി ഇടയ്ക്ക് കാണുമ്പോൾ എന്നോട് പറയും, ദയവ് ചെയ്ത് രാധാകൃഷ്ണൻ ഒരു ഉപകാരം ചെയ്യണം, ഇതിങ്ങനെ പരസ്യമായിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നടക്കരുത്, എൻ്റെ പണി ഇല്ലാതാക്കരുത് എന്ന് പറയും. അപ്പം അന്ന് വയലാറിൻ്റെ പ്രസംഗം കേട്ടത് ഞാൻ ഓർക്കുന്നു. ഏതാണ്ട് മാലപ്പടക്കത്തിന് തീ കൊളുത്തിയ പോലെയാണ്. ഒന്നും പറക്കിയൊക്കെ വേദികളുണ്ട്. വിമർശനത്തിൻ്റെയും വാഗ്ധോരണിയുടെയും കാവ്യബിംബങ്ങളുടെയും ഒക്കെ ഒരു അസാധാരണ പ്രകടനം. മറ്റൊരു സന്ദർഭം ഗുരുവായൂരിൽ വെച്ചാണ്. നാരായണീയ സമ്മേളനം നടക്കുന്നു. അന്ന് മഹാകവി ശങ്കരക്കുറുപ്പ് മാഷിന്റെ കൂടെ ഒരു സഹയാത്രികനായിട്ട് ഞാനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായി. ONV വന്ന് സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, വയലാറ് ഗുരുവായൂർ അങ്ങനെ അധികം പോയിട്ടില്ല. ആ നാരായണീയ സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്, കവി സമ്മേളനത്തിൽ. അന്ന് അദ്ദേഹം അവിടെ ഒരു കവിത വായിച്ചു, മീൻ തൊട്ടുകൂട്ടിയ പട്ടേരി എന്ന് പറയുന്ന കവിത. അത് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നിരുന്നു. മേൽപ്പത്തൂരിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദശാവതാരത്തിൻ്റെ ആ മീനിനെയാണ് തൊട്ടത്. ONV എന്ന് പറഞ്ഞു, അസാധ്യമായ കവിതയായിരുന്നു. വാസ്തവത്തിൽ ഇന്നലത്തെ കവി സമ്മേളനം വയലാറിൻ്റെ സമ്മേളനമായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നത്തെ കവി സമ്മേളനത്തിലൊന്നും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇന്ന് കവികളാരും, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് 10 പേരെ കണ്ടാൽ അതിൽ 9 പേര്, ഒരാളെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. 9 പേരും കവികളായി. ഇന്ന് ഒരു കവി മറ്റൊരു കവിയുടെ കവിത കേട്ടിരിക്കുന്ന കവിയരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം കവിത ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ കവി അവിടുന്ന് അപ്രത്യക്ഷനാവും. മറ്റാരുടെയും കവിത കേൾക്കാനുള്ള ക്ഷമാശീലം പലപ്പോഴും ഉണ്ടാവില്ല. ഞാൻ ഈ ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വന്നിരുന്നു. അന്നൊരു കവി സമ്മേളനം ഉണ്ടായിരുന്നു. 19 കവികൾ കവിത വായിച്ചു. പക്ഷേ കവി സമ്മേളനം കഴിഞ്ഞതോടുകൂടി സദസ്സിൽ ആരും ഇല്ലാതായി. കാരണം കവികളെല്ലാവരും കവികളായിരുന്നു മുഖ്യ സദസ്സ്. ഇതൊക്കെ ഓർമ്മയുടെ വയലാറിൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ സ്ഥലം ഇവിടെ നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ
കൊടിയടയാളമായിട്ടുള്ള ഒരു സ്ഥലമാണ്. സംസ്കാരത്തിൻ്റെ കേരളത്തിന് ഏറ്റവും അധികം വെളിച്ചം പകർന്ന ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായി എന്ന് മാത്രമല്ല, ഇതൊരു ത്രിവേണി സംഗമമാണ്. ഗുരുദേവന്റെയും സഹോദരന്റെയും കുമാരനാശാന്റെയും മാത്രമല്ല, ഇവിടെ നേരത്തെ ശരചന്ദ്രൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ മഹാദേവനും പാർവതി ദേവിയും കുടുംബവുമെല്ലാം അതും ഒരു കുടുംബത്തിൻ്റെ ത്രിവേണി സംഗമമാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ മറ്റ് മലയാളികളുടെ ഒരു യശസ്സുള്ള പൂരമാണ് ചെറായി പൂരം. ഞങ്ങളെപ്പോലെ ഇങ്ങനെ പുറമെ നിന്ന് വിദൂരതയിൽ നിന്ന് ചെറായി പൂരം കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അഭിമാനിക്കാം, കേരളത്തിൽ ഇപ്പോൾ 2-3 സാധനങ്ങളെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാത്തതായിട്ടുണ്ട്. മറുനാട്ടിലേക്ക് കടത്താത്ത 2-3 സാധനങ്ങളെ ബാക്കിയുള്ളൂ ഇനി കേരളത്തിൽ. അതിലൊന്ന് തൃശ്ശൂർ പൂരം. ചെറായി പൂരം ഇതുവരെ എക്സ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവമാണ്. ബാക്കി എല്ലാം ഏകദേശം നമ്മുടെ തെയ്യവും വിറയും കഥകളി എന്ന് വേണ്ട, തായമ്പക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ലോകത്തിന്റെ എവിടെയും കൊണ്ടുചെല്ലും ഉത്സവമാണ് നമ്മുടെ ഉത്സവം. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ അടുത്ത ഉറ്റുനോക്കുന്ന ഒരു ഉത്സവമാണ്, നാട് ഉറ്റുനോക്കുന്ന ഒരു ഉത്സവമാണ് ചെറായി പൂരം എന്ന് പറയുമ്പോൾ. അതിൻ്റെ നാളത്തെയും മറ്റന്നാളത്തെയും കഴിഞ്ഞാൽ നമ്മുടെ കൊടിയുടെ താഴ്ത്തേണ്ട സമയമാണ്. അന്നു മുതൽ ഇന്ന് വരെ എല്ലാവരും വൈകുന്നേരമാകുമ്പോൾ എല്ലാവരും ഒത്തുകൂടുകയും വളരെ നന്നായി തന്നെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. ഈ ഒരു സാംസ്കാരിക കൂട്ടായ്മയും നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. ചെറായി താമസിക്കുന്നവർക്കും ചെറായി ജനിച്ചു വളർന്നവർക്കും പള്ളിപ്പുറത്ത് ജനിച്ചു വളർന്നവർക്കും എല്ലാം അഭിമാനമാണ്. നമുക്ക് നാടിൻ്റെ നെറുകയിലെത്തിക്കാൻ പലരും ഇവിടെ ആദരവേറ്റ് വാങ്ങിയിട്ടുള്ളവരാണെങ്കിലും അതോടൊപ്പം നമ്മളെപ്പോഴും ഇവിടെ നമ്മുടെ മുഖ്യപ്രഭാഷകൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു സിറ്റി പള്ളിപ്പുറത്തിൻ്റെ പള്ളിപ്പുറമാണോ എന്ന്. അതെല്ലാം നമുക്ക് അഭിമാനമാണ്. നമ്മുടെ ഗുരുദേവനാണെങ്കിലും ഗുരുദേവൻ്റെ ശിഷ്യനായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കുണ്ട്. സഹോദരൻ അയ്യപ്പനാണെങ്കിലും അതുപോലെ പേരെടുത്ത് പറയാൻ തക്ക കൂടുതൽ ആളുകൾ നമുക്ക് ഈ സംസ്കാര മണ്ണിലുണ്ട്. അതെല്ലാം നമുക്ക് വരും തലമുറകൾക്ക് തന്നെ ഈ ഒരു ചരിത്രം തലമുറകളായിട്ട് മാറിപ്പോട്ടെ. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ഉത്സവവും ഈ സാംസ്കാരിക കൂട്ടായ്മയും എല്ലാം ഇനിയും നന്നായി മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സഭയും കഴിഞ്ഞകാല സഭയുടെ ഭാരവാഹികൾ നമ്മുടെ മുന്നിലിരിക്കുന്നുണ്ട്. അവരാണെങ്കിലും ഇപ്പോഴത്തെ സഭയുടെ ഭാരവാഹികളാണെങ്കിലും ഈ ഒരു സാംസ്കാരിക കൂട്ടായ്മ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അത് വരും തലമുറകളും നല്ല രീതിയിൽ കൊണ്ടുപോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും തിരക്ക് പിടിച്ച് ഉത്സവത്തിൻ്റെ മറ്റ് പരിപാടി കാണാനെല്ലാം ഇരിക്കുകയാണ്. പ്രസംഗം ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഒരിക്കൽ കൂടി ഇവിടെ മുഴുവൻ പേർക്കും പള്ളിപ്പുറം പഞ്ചായത്തിൻ്റെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഉത്സവത്തിന് എല്ലാവിധ ഗൗരീശ്വര ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും പള്ളിപ്പുറം പഞ്ചായത്തിൻ്റെയും നാടിൻ്റെയും ഈ ഒരു ഗ്രാമത്തിൻ്റെയും എല്ലാം ആശംസകൾ നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവിധ ആശംസകളും എത്തിക്കുന്നത്. വിഭാഗം എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുന്നു. സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് മീതിക ബിനേഷ് കഥകളി, അതുൽ ശ്രീദേവ് KS സെബത്താക്രോ. സംസ്ഥാന തലത്തിൽ ഹാൻഡ്ബോളിന്, സംസ്ഥാന തലത്തിൽ സ്വിമ്മിങ്ങിൽ വൈഷ്ണവ് KG, മീറ്റർ ഹർഡിൽസിൽ ഹൈസ്കൂൾ വിഭാഗം പെൻസിൽ ഡ്രോയിങ്ങിൽ കലാരംഗത്ത് സാമുദായിക രംഗത്തുമെല്ലാം പ്രഗത്ഭരായിട്ടുള്ള
സുഹൃത്തുക്കളെ, രണ്ട് ഉജ്ജ്വലമായ പ്രഭാഷണങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഞാൻ ഇന്ന് വൈകുന്നേരമാണ് ഈ ചെറായിൽ എത്തിയത്. ഞാൻ യാത്രയിലായിരുന്നു. 2 ദിവസമായി ഞാൻ കുടുംബസമേതം ഒരു വലിയ കാട്ടിലായിരുന്നു. എൻ്റെ മകനൊരു ഫോട്ടോഗ്രാഫറാണ്. അവന് ചിത്രങ്ങളൊക്കെ എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് കാട്ടിലെ മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇന്നലെ മുതൽ ആനക്കൂട്ടങ്ങൾ 11 ആനയും 4 കൊച്ചു ആനകളും കാട്ടുപുറത്ത് മാനെല്ലാം ഇങ്ങനെ മുൻപിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് പോരാൻ തന്നെ തോന്നുന്നില്ല. അതുപോലത്തെ നയനാനന്ദകരമായ കാഴ്ചയാണ് കാണുന്നത്. നല്ല തണുപ്പുള്ള അന്തരീക്ഷവും. പക്ഷെ എൻ്റെ മനസ്സായി അസ്വസ്ഥമായിരുന്നു. ചെറായിൽ സമ്മേളനമുണ്ട്. വിജ്ഞാനവർദ്ധന സഭയുടെ സമ്മേളനമാണ്. അത് വിട്ടുനിൽക്കാൻ പാടില്ലാത്ത ഒന്നാണ്. എന്തായാലും വന്നേ പറ്റും. അപ്പം ലതിക എന്നോട് പറഞ്ഞു, എന്നാൽ വളരെ പാടുപെട്ട് അങ്ങോട്ട് പോയേണ്ട കാര്യമില്ല, ചെന്നാൽ തന്നെ കാര്യമായിട്ട് ചെയ്യാനുമില്ല. ശരത്ചന്ദ്ര വർമ്മയും വായ്പ രാധാകൃഷ്ണനാണ് കേരളത്തിലെ പ്രസംഗ വേദികളിൽ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നവരാണ്. അത് നിങ്ങളിപ്പോൾ തൊട്ടറിഞ്ഞവരുമാണ്. ഉദ്ഘാടകൻ നമ്മുടെ വർമാജിയെ ചെറായിൽ ടൂറിസം പരിപാടിയുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യം ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് പോയി ക്ഷണിച്ചിവിടെ എത്തിച്ചതാണ്. അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇതായാലും അത് പ്രസംഗിച്ചിട്ടുണ്ട്. അത് പ്രസംഗത്തിൽ പറഞ്ഞു, വയനാടിൻ്റെ മകനായതുകൊണ്ട് കാര്യമില്ല, നമ്മൾ പ്രവർത്തിക്കണം, പ്രയത്നിക്കണം. പായിപ്പ രാധാകൃഷ്ണ സാറിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നിങ്ങൾ അറിയണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി നളിനി ബേക്കൽ കേരളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരി. അദ്ദേഹത്തിൻ്റെ മകൾ അനൂജ അകത്തൂർ. അവർ സാറിനോട് പറഞ്ഞു, ഈ അടുത്ത ദിവസം CMFRIയിലെ സയൻറ്റിസ്റ്റായിട്ട് ഇങ്ങോട്ട് ഡൽഹിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. പക്ഷെ അവർ വളരെ പ്രഗത്ഭയായിട്ട് അറിയപ്പെടുന്ന സാഹിത്യകാരിയാണ്. ഈ അനൂജ അകത്തൂട്ട് അവർ 14 വയസ്സുള്ളപ്പോൾ, അല്ലേ സാറേ, 14 വയസ്സുള്ളപ്പോഴാണ് അവരുടെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയത്. അന്ന് എൻ്റെ ഭാര്യ ശ്രീമതി ലതിക ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ സാറിനെ വീട്ടിൽ പോയി ആ കുട്ടിയോട് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല, നല്ലൊരു പ്രഭാഷകൻ, എഴുത്തുകാരനൊക്കെ എന്ന നിലയിൽ വൈജ്ഞാനികമായ പ്രസംഗ പരമ്പര നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ പ്രസംഗ വൈഭവം നമ്മൾ നേരിട്ട് കണ്ടവരാണ്. നിൽക്കുന്നു സ്വാമി വിവേകാനന്ദനെ പോലെ, ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെ, ശ്രീ ശങ്കരൻ പോലും, കേരളീയ ജനിച്ച ശ്രീ ശങ്കരൻ പോലും ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു മുനിശ്രേഷ്ഠനാണെങ്കിൽ, മാനവ സമൂഹത്തിന് വലിയ മാറ്റം ഉണ്ടാക്കിയ ഗുരുദേവന്റെ പേരും ആശയങ്ങളും സിദ്ധാന്തങ്ങളുമെല്ലാം കേരളത്തിൻ്റെ അതിരുകൾ ലംഘിച്ച് കടന്ന് അപ്പുറത്തേക്ക് മാറേണ്ട സമയമായിരിക്കുന്നു. അദ്വൈതാശ്രമത്തിൽ ഗുരുദേവന്റെ കൂടെ എന്നും ഉണ്ടായിരുന്ന ചാക്കോ എന്നു പേരുള്ള അവിടെ സ്ഥിരമായി താമസിച്ചിരുന്ന ഒരാള് ഗുരുദേവനോടുള്ള ആദരവ് കൂടി അദ്ദേഹം സ്വയം സന്യാസിയായിട്ട് മാറി. അദ്ദേഹം നാരായണദാസ് എന്ന പേര് സ്വീകരിച്ചു. ഗുരു പറഞ്ഞു,
നാരായണദാസ് എന്ന പേര് സ്വീകരിക്കേണ്ട എൻ്റെ കൂടെ ചാക്കോയ്ക്കും കൂടാവും. അത്രമാത്രം ജാതിക്കും മതത്തിനും ഒക്കെ എതിരായി മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ആ വലിയ മനുഷ്യൻ കുരുശ്രേഷ്ഠന്റെ പാദസ്പർശനം വെച്ച് അദ്ദേഹം പ്രതിഷ്ഠിച്ച 40ഓളം ക്ഷേത്രങ്ങൾ, അതിലെ കേരളത്തിനകത്തും പുറത്തുള്ള 40 ശ്രീലങ്കയിലും തമിഴ്നാട്ടിലുമൊക്കെ ഗുരുദേവ പ്രതിഷ്ഠ ഉണ്ടായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ കർമ്മമണ്ഡലം ജനങ്ങളുടെ ഇടയിലാണ്. താൻ ആർജിച്ച ആത്മീയമായ ആ അറിവിനെ ഈശ്വരനായി കണ്ടുകൊണ്ട് അത് സാധാരണക്കാരെ പഠിപ്പിച്ചുകൊണ്ട് ഈ നശിക്കാത്ത ധർമ്മത്തെ, സനാതന ധർമ്മത്തെ വളരെ പരിഷ്കരിച്ച് സാമാന്യ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഈ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ വളരെ വളരെ വലുതാണ്. ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് സർവരും ഉയരാനും വളരാനും ഒക്കെയുള്ള ഒരു അവസരമായി ഗുരുവിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ഈ നാടിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിൻ്റെ പ്രത്യേകത സഹോദരനെ കുറിച്ച്, ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യനായ സഹോദരനെ കുറിച്ച് ഓർക്കുമ്പോൾ സഹോദരന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അത് ഗുരുവിൻ്റെ ഏറ്റവും വലിയ പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾക്കൊപ്പം നടന്ന സഹോദരനെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സഹോദരൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശത്തിൻ്റെ ഒരു വ്യാഖ്യാനം നടത്തിയതാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം യഥോച്ച്. സഹോദരനെ കുറിച്ച് പോലും കുറ്റം പറയാൻ ചെന്ന ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് ഗുരു ശ്രമിക്കുമ്പോൾ കടന്നു ചെന്നവരോട് ഗുരു പറഞ്ഞത് സഹോദരന്റെ പ്രവർത്തനത്തിലും ദൈവമുണ്ടല്ലോ എന്നാണ്. അതോടനുബന്ധിച്ച് നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ SNDP യോഗത്തിന്റെ പ്രതിനിധി എന്ന നിലക്ക് ഒരു അവസരം തന്നതിലുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. ചെറായി വിജ്ഞാനവർദ്ധിനി സഭയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് എഴുതി ചേർത്തുകൊണ്ടാണ് ഈ തിരുവുത്സവം സമാരംഭം കുറിച്ചത്. നമുക്കറിയാം, 4-ാം തീയതി ശിവഗിരി മഠത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പൊതുയോഗമെടുത്ത ഒരു മഹത്തായ തീരുമാനമാണ് ശിവഗിരി മഠത്തിൻ്റെ ഇന്നത്തെ സന്യാസി ശ്രേഷ്ഠൻ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ മേൽവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള പ്രവേശനം നടന്നു. അങ്ങനെ ഒരു മഹത്തായ ചടങ്ങ് നടന്നപ്പോൾ ചിലയിടങ്ങളിൽ അത് സംബന്ധിച്ച് ചില അപസ്വരങ്ങൾ ഉയർന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ചും ക്ഷേത്രം സ്ഥാപിച്ചു തന്നുകൊണ്ട് അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളെ മുൻധാരയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ കണ്ട ആ ധർമ്മ ചിന്തയും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അപശബ്ദങ്ങൾ ഉയർന്നു വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ ക്ഷേത്ര സങ്കല്പം തന്നെ നിലനിന്നിരുന്ന ഹൈന്ദവ ക്ഷേത്ര ആചാരങ്ങൾക്ക് തികച്ചും വ്യത്യസ്തത പുലർത്തിയതോ ആയിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രം പ്രതിഷ്ഠിച്ചു തന്നത് നമ്മെ ഇവിടെ ശ്രീ ശരത് ചന്ദ്രവർമ്മ പറഞ്ഞതുപോലെ എനിക്കോ നിങ്ങൾക്കോ വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ഗുരു ക്ഷേത്രവും ക്ഷേത്രത്തോട് ചേർന്ന് പൂന്തോട്ടവും ക്ഷേത്രത്തോട് ചേർന്ന് ഒരു സാംസ്കാരിക നിലയവും ക്ഷേത്രത്തോട് ചേർന്ന് വിദ്യാലയവും വിദ്യാലയത്തോട് ചേർന്ന് വ്യവസായശാലകളും ഉണ്ടാകണം എന്ന് പറഞ്ഞ ആധ്യാത്മിക ആചാര്യന്മാരുടെ ശൃംഖലയിൽ
ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആചാര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. സ്വാമിയുടെ ഒരു അദ്വൈതവാദിയായിരുന്നു. ഈ അദ്വൈതവാദി എന്ന് പറയുമ്പോൾ അതിൻ്റെ അദ്വൈതത്തിൻ്റെ ഏകത്വത്തെ സംശീകരിക്കുകയും ബഹുത്വത്തെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം. ഇവിടെ അദ്വൈതവാദികളാണ് അതിനു മുമ്പുള്ള ശ്രീ ശങ്കരാചാര്യർ. ശങ്കരാചാര്യർ മാത്രമല്ല, ആചാര്യന് ശേഷം കേരളത്തിലും ഭാരതത്തിലും ഒട്ടേറെ അദ്വൈതവാദികൾ ജന്മം കൊടുത്തിട്ടുണ്ട്. ആ അദ്വൈതവാദികളൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആചാര്യൻ തന്നെ അദ്വൈതത്തെ, ഏകത്വത്തെ ഉദ്ഘോഷിക്കുകയും അതിൻ്റെ ബഹുത്വത്തെ, ആ ബഹുത്വത്തിൽ നിന്നുണ്ടാകുന്ന വിഭാഗീയത, ജാതിപരമായ വ്യത്യാസം, വർണ്ണാശ്രമധർമ്മം, ചാതുർവർണ്ണ വ്യവസ്ഥ, ഇതുമൂലം നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമായിരിക്കുന്ന വ്യവസ്ഥിതിയെ ആചാര്യൻ മിഥ്യയാണ്, മായയാണ് എന്ന് പറയുകയാണെങ്കിൽ, ആചാര്യൻ മാത്രമല്ല, രാമകൃഷ്ണ പരമഹംസൻ എടുത്താലും വിവേകാനന്ദ സ്വാമികൾ എടുത്താലും ഇതെല്ലാം മിഥ്യയാണ്, മായയാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഗുരുദേവൻ മാത്രം ദ്വൈതഭാവത്തിൽ നിന്നുണ്ടാവുന്ന ഭിന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ സാമൂഹ്യ തലത്തിൽ നീചവും നിന്ദയവും അപഹാസ്യമായ രീതിയിൽ ഒരു വിഭാഗം ജനങ്ങളെ എന്ന് പറഞ്ഞാൽ 85% വരുന്ന ജനങ്ങളെ അടിമകളെ പോലെ ജീവിപ്പിച്ച ആ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി നാരായണ ഗുരുസ്വാമികൾ ജാതി നിരാസം നടത്താൻ, അതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സാമൂഹ്യ തലത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും കഷ്ടതകളും യാതനകളും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഗുരുദേവൻ ആരും അടിച്ചു നിന്ന ആ ദ്വൈതഭാവത്തിൽ നിന്നുണ്ടാവുന്ന വ്യത്യസ്തമായ ഭാവങ്ങളെ നേരിട്ട് സാമൂഹ്യ തലത്തിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജാതി വിരോധ പ്രസ്ഥാനവുമായി അദ്ദേഹം മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. ഫെബ്രുവരി 4-ാം തീയതി കൊടികയറി 13-ന് പുറത്തെ ചേരുന്ന നമ്മുടെ മഹോത്സവം ഇന്ന് വളരെ എല്ലാവിധ കാര്യങ്ങളും ഏറെ ഭംഗിയായി ചേരുവാനും ഭക്തജനങ്ങളും നാട്ടുകാർക്ക് മാധ്യമ കൂട്ടായ്മയും ഒന്നായി നിന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇതിനെ തുടർന്നുള്ള ദിവസങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ സമ്പൂർണ്ണമാകുമെന്ന് പ്രത്യാശിക്കുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ ഏറെ പ്രിയങ്കരായ സ്കൂൾ മാനേജർ നിതിൻ അവർക്ക് ഞാൻ നന്ദി പറയുന്നു. സംഗീതത്തിന് പുത്തൻ ഉണർവ് നൽകിയ ശരത്ചന്ദ്രവർമ്മ, ആ പ്രതിഭയ്ക്ക് ഇന്നും ഇവിടെ ഈ സംസാരിച്ചിട്ടും ആ ശരത്ചന്ദ്രവർമ്മയുടെ വാക്കുകളിലും അലയടിക്കുകയാണ്. ഇവിടെ വേദിയിലില്ലെങ്കിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. മുഖ്യപ്രഭാഷണം നടത്തിയ സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ശ്രീ പായ്പ്ര രാധാകൃഷ്ണ സാറിന് എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നന്ദി പറയുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച പ്രേമിയായ ഗ്രാമപഞ്ചായത്ത് രമണി അതിൽ രേഖപ്പെടുത്തുന്നു. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് സാന്നിധ്യമായ KM സുഭാഷ് ചേട്ടനെ എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. SNDP യോഗം മുൻ സെക്രട്ടറി AP ഗോപാലകൃഷ്ണൻ സെക്രട്ടറിയായിരുന്ന ഇന്നത്തെ ഓഡിറ്ററുമായ ആരോപണയുടെ ചേട്ടനും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട സെക്രട്ടറി ഷെല്ലി സുകുമാരൻ അവർക്കും ഈ യോഗത്തിൽ സംബന്ധിച്ച മുഴുവൻ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും എൻ്റെ ജനങ്ങളുടെയും
ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു.